ഒരു പടുപുളുങ്കറി എന്നൊക്കെ പറയും, ഒരു പടുകൂട്ടാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കഷ്ണങ്ങൾ ഇടണമെന്ന് നോക്കോളൂ. വെണ്ടയ്ക്ക മാത്രം ഒന്ന് വഴറ്റി, പിന്നെ മുരിങ്ങക്കായ, വെള്ളരിക്ക, വഴുതിനീങ്ങ, എന്ത് കഷ്ണമാണെങ്കിൽ ഉപയോഗിക്കുക. ഞാനിപ്പോൾ എൻ്റെ ഉള്ളതിനെ ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ ഞാനതിൽ മുള്ളങ്കിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ വെള്ള കളറുള്ള മുള്ളങ്കി നല്ലോണം കഴുകിയല്ല ഇതെല്ലാം കൂടി വേവിക്കാനിടുകയാണ്. കഷ്ണങ്ങളൊക്കെ നന്നായി കഴിക്കുന്നത് നല്ലതല്ലേ. ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ പോകണം. ഇനി അതിലേക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഇത് ചട്ടിയിലാവുമ്പോൾ അത് അവിടെ കിടന്ന് വെന്തോളും. ഇതിനു വേണ്ടി ചെറിയ ഒരു നാരങ്ങ വലുപ്പത്തിൽ ഒരു പുളി കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇത് വറുക്കണം എന്ന് കാണിക്കാം. ഇതൊരു ടേസ്റ്റി കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ വേവിക്കാൻ വെച്ചിട്ട് എന്തൊക്കെയാണ് വറുക്കാനുള്ളതെന്ന് കാണിക്കാം. ഇപ്പോൾ ചൂടാക്കി എടുക്കണം. അപ്പോൾ അതാണ് ആദ്യം ഞാൻ വെള്ള എള്ള് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് നന്നായി ചൂടായി വന്നാൽ, ഇതെന്താ അറിയോ, എള്ള് മറ്റേതിൻ്റെ കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ കരിഞ്ഞു എന്ന് വരും. അപ്പോൾ ഇതൊന്ന് വേഗം ചൂടാവട്ടെ. ഇപ്പോൾ ഇത് ചൂടായി. ഇതൊന്ന് വാങ്ങി വെക്കാം. ഒരു 5-6 മുളക്, ഒരു 5 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് 1.5 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് റെഡ് കളറിൽ വറുക്കണം. ചെറിയ തീയിൽ വയ്ക്കുക, കരിഞ്ഞു പോകരുത്. നല്ല മണം വരും. ആ സമയത്ത് നമുക്കിതിനെ ഒന്ന് എല്ലാം കൂടി പൊടിക്കണം. ഇതിൻ്റെ കൂടെ ഒരു ലേശം കായം ചേർക്കണം. നിങ്ങൾക്ക് പൊടിക്കായം ചേർക്കാം, പക്ഷെ ഞാൻ കട്ടക്കായം ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെയും കൂടി ഒന്ന് എണ്ണയിൽ വറുക്കണം. ഇത് എണ്ണയിൽ വറുക്കണം എന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ കായം ഇടണമെന്നില്ല. ഞാൻ ഇതിനെ ഒന്ന് വേഗം വറുത്തെടുത്തിട്ട് കായം വറുക്കാൻ പോകണം. ഇപ്പോൾ ഞാൻ ഈ കായം ഒന്ന് ചൂടാക്കാനിടുകയാണ്. ഇതും കൂടി ഒന്ന് നന്നായി വറുത്തെടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് വേഗം പൊടിച്ചിട്ട് വരാം. അപ്പോഴേക്കും എൻ്റെ കഷ്ണമൊക്കെ വേകും. ഞാൻ ഇപ്പോൾ എൻ്റെ കഷ്ണമൊക്കെ വെന്തു. ഞാൻ ഇത് ചട്ടിയിലാണ് വേവിക്കാൻ വെച്ചത്, പക്ഷേ ഞാൻ വേഗം അതിനെ കുക്കറിലേക്ക് മാറ്റി. എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഇത്തിരി വേഗം വെന്ത് കിട്ടണമെന്നൊരു ആശയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നന്നായി വെന്തു. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ പുളി ആഡ് ചെയ്യാണ്. നോക്കിയിട്ട് പുളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനൊക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് നന്നായി തിളച്ച് വരണം. ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ ആ പൊടിച്ച പൊടി ഇടണം. അപ്പോൾ ഉഗ്രൻ ടേസ്റ്റുള്ളൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ആയിട്ടില്ല. ഇപ്പോൾ ഇത് ഞാൻ പൊടിച്ച പൊടി ഇതിനെ അതിലേക്ക് ഇടുക. ഇതിൽ പരിപ്പ്, തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു പടുപുളുങ്കറി എന്ന് പറഞ്ഞത് കേട്ടോ. ഇതെല്ലാവരും ഒന്ന്, ഇപ്പോൾ ഈ കറി നന്നായി തിളച്ചു കണ്ടോ. പാകത്തിന് കൊഴുപ്പൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പുളി, ഉപ്പ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടംമാരെ ക്രമീകരിക്കുക. ഞാൻ ഉപ്പ് നോക്കി ലേശം ഉപ്പ് കമ്മിയായതുകൊണ്ട് ഉപ്പിട്ടു. ഇനി അടുത്തായിരിക്കും എന്താ വറുത്തിടണമെന്ന് കാണിക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വറുത്തിടുകയാണ്. അപ്പോൾ നല്ലൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എന്തൊക്കെ ഇടണമെന്ന് നോക്കിക്കോളൂ. ആദ്യം കടുക്. ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്നതിൻ്റെ കൂടെ തന്നെ ഇത് കൂടെ ഇടാം. ഇത് ഒരു 2 മുളക്, കുറച്ച് ജീരകം, ഉലുവ നമ്മൾ കറിയിലിട്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുകയാണ്. കറിവേപ്പിലയും ഇടാം, പക്ഷേ കറിവേപ്പില ഇപ്പോൾ ഇല്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നില്ല. ഇതെല്ലാം വറുത്ത് കൂട്ടുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് പൊടിക്കായം ചേർക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടെ നന്നായിട്ടൊന്ന് വരും. അപ്പോൾ ഇന്നത്തെ എൻ്റെ കറിയുടെ ഐറ്റംസൊക്കെ പൂർത്തിയായി.
ഞാനിപ്പോൾ അത് കറിയിൽ വെച്ചു. കണ്ടോ, ഇതിനെയാണ് പടുകറി എന്ന് പറയും. ഒരു പടുകറി എന്നാലോ അത്യുഗ്രൻ ടേസ്റ്റാണ്. ഇനി ഈ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില, അത് അതിൻ്റെ മണം കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇതും കൂടി ഇട്ടിട്ട് ഇന്നത്തെ ഊണൊന്ന് കഴിച്ചു നോക്കൂ. അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പം തന്നെ വിശന്നിട്ട് ഊണ് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. ഈ കറി ഞാൻ ഈ പാത്രത്തിലാക്കി ഉണ്ണുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ചോറൊക്കെ വിളമ്പി ഞാനെൻ്റെ പടുകൂട്ടാൻ, ടേസ്റ്റി പടുകൂട്ടാൻ, മുരിങ്ങക്കായ, ഈ കഷ്ണങ്ങളൊക്കെ കഴിക്കാൻ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. ഈ കറിയും കൂട്ടി ഒരു പിടുത്തം പിടിക്കട്ടെ കേട്ടോ. ഇപ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഊണ് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റായിട്ട് കറി നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരാം.